നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലോഡോടും കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ രാവിലെ 2 ലോഡാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റാന്നി തിരുവല്ല പ്രദേശത്ത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബാക്കി ലോഡുകൾ കൂടി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരും അവരെ ഇട്ടിട്ട് പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി അവരോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആളുകൾക്ക്. നമസ്കാരം. സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വലിയ ദുരിതമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ, അതായത് ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ നമ്മൾ കൈത്താങ് ആകേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ ഈ ദുരിതബാധിത പ്രദേശത്ത് കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കും വലിയ സഹായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് നഗരസഭയുടെ ദുരിതപ്പെയ്ത്തിന് കൈത്താങ് എന്നുള്ള വാഹനം നിലവിലിപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നഗരസഭയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പത്തനംതിട്ട റാന്നി മേഖലയിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായാണ് 2 വാഹനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മളിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് നമ്മൾ ഇന്നലെ തുടങ്ങിയ കളക്ഷൻ ക്യാമ്പ് നമ്മൾ ഇന്ന് റാന്നി തിരുവല്ല പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലോഡോടും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ രാവിലെ 2 ലോഡാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റാന്നി തിരുവല്ല പ്രദേശത്ത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബാക്കി ലോഡുകൾ കൂടി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് പേര് സഹായിച്ചു. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ദുരന്തമുഖത്തുള്ള സഹോദരങ്ങൾക്ക് ഒരു സഹായവുമായിട്ട് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. കൗൺസിലേഴ്സ് ഉണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരും അവരെ ഇട്ടിട്ട് പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി അവരോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആളുകൾ, നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെയൊക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും പല ജില്ലകളിലും കനത്ത മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ വലിയ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭ പത്തനംതിട്ട ജില്ലയിലേക്കാണ് ആവശ്യ സാധനങ്ങൾ അയച്ചിരിക്കുന്നത്. 2 വാഹനങ്ങളാണ് നിലവിലിപ്പോൾ നഗരസഭയുടെ കീഴിൽ അയച്ചിരിക്കുന്ന. ആവശ്യമായ എല്ലാ സാധനങ്ങളും അതിലുണ്ട് എന്നാണ് ഡെപ്യൂട്ടി മേയർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ വരും ദിവസങ്ങളിലും വലിയ പ്രതിസന്ധികൾ മറ്റ് ജില്ലകൾ നേരിടുകയാണ് എങ്കിൽ അവരെയും സഹായിക്കാൻ സന്നദ്ധമാണ് എന്നുള്ള സൂചനയാണ് നഗരസഭ നമുക്ക് നൽകുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.